ഹായ്. ഇന്ന് ആദൂട്ടൻ രാവിലെ തന്നെ എഴുന്നേറ്റ് സ്കൂളിൽ പോകാൻ റെഡിയായി നിന്നാണ്. അവനെ സ്കൂളിൽ പറഞ്ഞിട്ടിട്ട് അലക്കാനുള്ളതൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിലിട്ടു. ഇന്ന് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അതൊരു തിരക്ക് പിടിച്ച ദിവസമാണ്. ഉച്ചത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിറക് ഇങ്ങനെ അമ്മ പെട്ടിയിലാക്കി ചെറുതായി അരിഞ്ഞ് വെക്കുന്നത് കൊണ്ട് തന്നെ തീ പിടിപ്പിക്കാൻ നല്ല സുഖം കേട്ടോ. ഞങ്ങളിങ്ങനെ വിറക് തന്നെയാണ് എല്ലാ ഭക്ഷണവും ഉണ്ടാക്കാറ്. തലേ ദിവസത്തെ കുറച്ച് പച്ചടി ഫ്രിഡ്ജിൽ ഇരിപ്പുള്ളതുകൊണ്ട് അത് പുറത്തെടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ടോ. പച്ചടി തലേദിവസം ഉണ്ടാക്കി വെച്ചത് പിറ്റേ ദിവസം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കഴിക്കാൻ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അത് പെട്ടെന്നൊന്ന് നന്നാക്കി ഒരു കറി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ സ്വന്തം വീട് കൈവേലിയാണ് കേട്ടോ വരുന്നത്. ഹസ്ബൻഡിൻ്റെ വീട് വരുന്നത് നാദാപുരം കല്ലാച്ചിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കനൊക്കെ പെട്ടെന്ന് നന്നാക്കി രാവിലെ തന്നെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മോൻ തിരിച്ച് വരുന്ന സമയത്തേക്ക് എനിക്ക് എത്തണേ വീട്ടിലേക്ക്. അതുകൊണ്ടാണ് വേഗം ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് മസാലയൊക്കെ പുരട്ടി വെച്ച് ചിക്കൻ ആവശ്യമുള്ളതൊക്കെ അരിഞ്ഞ് അടുപ്പത്തേക്ക് വെച്ച് ആ സമയം കൊണ്ട് കുറച്ച് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് കർമൂസാണ്. നിങ്ങൾ പപ്പായ എന്ന് പറയുന്ന സാധനം ഇവിടെ കർമൂസ് എന്ന് പറയും. ഇത് ഓരോ നാട്ടിലും ഓരോരോ പേരാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റും കൂടെ ഇട്ട് വെക്കുന്നതാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. മോനിത് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് അതും ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചത്. ഇത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണേ ഇതേപോലെ. എന്നിട്ട് അതിനാവശ്യമുള്ള ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ റെഡിയായേ. അപ്പോൾ ഇതാ ഉപ്പേരി റെഡിയായി. ഇനി കുറച്ച് പാത്രം കഴുകി വെക്കാനുണ്ട്. അതൊക്കെ ഒന്ന് കഴുകി വെച്ച് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് പോകാൻ. അങ്ങനെ ഇന്ന് ഉച്ചത്തേക്കുള്ള എല്ലാ ഭക്ഷണവും ഉണ്ടാക്കി കഴിഞ്ഞ് ആ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വേണം. അപ്പോഴത്തേക്ക് നമ്മൾ ചോറ് റെഡിയായി. അപ്പോൾ കുറച്ച് അടുക്കളയിൽ അടിച്ച് വാരാനൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് വേണം പോകാൻ. ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ തന്നെ തിരിച്ച് വരുമ്പോൾ നല്ല നീറ്റായിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു സമാധാനമായിരിക്കും. ഇന്ന് രാവിലത്തെ കുറച്ച് നെയ്പ്പത്തലും ഇപ്പോൾ ഉണ്ടാക്കിയ ചിക്കൻ കറിയും കഴിച്ചിട്ട് വേണം പോകാൻ. അപ്പോഴത്തേക്ക് ഒരു 10 മണിയാവാറായിട്ടോ. ഇനി എൻ്റെ മോൻ തിരിച്ച് വരുന്ന സമയമാകുമ്പോഴേക്കും ഇങ്ങെത്തണം. എന്നാൽ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.